പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് സൗണ്ട് വേവ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ പിക്ചറിൽ അതായത് കുട്ടികൾ ഊഞ്ഞാലാടുന്നൊരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു കുട്ടി അവൻ്റെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കുട്ടി ഊഞ്ഞാലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് നോക്കാം. അതായത് ആ ആൺകുട്ടി പറയുന്നത്, ടീച്ചർ, ഷി ഹാസ് കംപ്ലീറ്റഡ് 10 swings, പ്ലീസ് ആസ്ക് ഹെർ ടു ഗെറ്റ് ഓഫ് ദ സ്വിങ്, നൗ ഇറ്റ്സ് മൈ ടേൺ. അതായത് ഇവൾ 10 പ്രാവശ്യം, നമുക്കറിയാം നമ്മൾ ഊഞ്ഞാലാടുന്നതെന്ന് പറഞ്ഞാൽ മുൻപോട്ടും പുറകോട്ടും ആടിയിട്ടാണ് നമ്മൾ ഊഞ്ഞാലാടുന്നത്. അതായത് ആരെങ്കിലും തള്ളി കൊടുക്കാണ്ടെങ്കിൽ നമ്മൾ ഊഞ്ഞാൽ പുറകിലേട്ട് വലിച്ച് പിന്നെ മുന്നോട്ട് ആടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം തിരിച്ച് വരുന്ന സമയത്താണല്ലോ നമ്മൾ ടേണായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ആൺകുട്ടി പറയുന്നത്, ഇവൾ 10 പ്രാവശ്യം ആടിയിട്ടുണ്ട്, അടുത്തത് എൻ്റെ ടേണാണ്, അവളോട് ഊഞ്ഞാലിന് ഇറങ്ങാൻ പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചറോട് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി എന്താ പറയുന്നത്, ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 swings ടീച്ചർ, ഞാൻ 5 swings മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത് നോക്കാം. യെസ്, ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 swings. അപ്പോൾ ടീച്ചറും ആ പെൺകുട്ടി പറഞ്ഞത് ശരിയാണെന്നാണ് പറയുന്നത്. വൈ ഡിഡ് ദ ടീച്ചർ അഗ്രി വിത്ത് ദ ചൈൽഡ് ഓൺ ദ സ്വിങ്? ഈ ഊഞ്ഞാലിലിരിക്കുന്ന കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിനോടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് ഒരാൾ പറയുന്നത് ആ കുട്ടി 10 swings ആടിയിട്ടുണ്ടെന്ന് പറയുന്നു, ആ കുട്ടി പറയുന്നത് 5 swings മാത്രമേ ആടിയിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് നമുക്ക് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ ഹൗ ഷുഡ് ദ സ്വിങ് ബി കൗണ്ടഡ്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വിങ്സിൻ്റെ ഊഞ്ഞാലിൻ്റെ ആട്ടം കൗണ്ട് ചെയ്യുന്നത്? ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? അതായത് ഒരു ഊഞ്ഞാലിൻ്റെ ചിത്രം ഫിഗർ 1.1a. അതായത് ഒ എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഊഞ്ഞാലിരിക്കുന്ന സമയത്താണെങ്കിൽ, ആ ഫ്രീ ആയിട്ട് റെസ്റ്റിലിരിക്കുന്ന സമയത്തുള്ള ആ ഒരു പോയിന്റ് ഒ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിന് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുക. അവിടുന്ന് എന്ത് ചെയ്യാം, എ എന്ന പോയിന്റിലേക്ക് പുറകോട്ട് പോകും, ദെൻ വീണ്ടും ഒയിലെത്തി വീണ്ടും ബി എന്ന പോയിന്റിലേക്ക് മുന്നോട്ട് പോയി തിരിച്ചു വരുന്ന ആ ഒരു രീതിയിലാണല്ലോ ഊഞ്ഞാലിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഏത് ടൈപ്പ് മോഷനാണ് ഊഞ്ഞാലിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വിങ്ങിൻ്റെ നമുക്കറിയാം ഓസിലേറ്ററി മോഷൻ. അതായത് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വെച്ച് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പുറകോട്ടും ആ ഒരു മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതിനിവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദ സ്വിങ്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? അതായത് ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് അത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആ തന്നിട്ടുള്ളതിൽ ഒ എന്ന പോയിൻ്റാണ് ഇത് ഇക്വിലിബ്രിയം പൊസിഷനായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഓസിലേഷൻ്റെ ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പുറകോട്ടുള്ള മൂവ്മെൻറ്റിനാണ് എന്താ പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻ ദ ഫിഗർ, വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? അതായത് ഒ എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, എ ആയിരിക്കും. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദ സിംബൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് എ. ദ SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മീറ്റർ. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ദൂരമാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിംബൽ എ ആണ്, അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ ആണ്. ദെൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, 1.1 ബിയും സിയും. വെൻ ഡസ് എ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? അപ്പോൾ ഫസ്റ്റ് ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് ഒരു ഊഞ്ഞാൽ ഒരു പ്രാവശ്യം അതിൻ്റെ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? അത് 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് വെൻ ദ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം ഒ റീച്ചസ് എ ആൻഡ് റിട്ടേൺ ടു ഒ. അതായത് ഒ എന്ന പോയിന്റിൽ നിന്ന് പെൻഡുലം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എയിലേക്ക് പോയി ഒയിൽ തന്നെ തിരിച്ചെത്തുന്നു എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് കൊടുത്തത്, വെൻ ദ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം ഒ റീച്ചസ് എ ദെൻ ടു ബി ആൻഡ് ബാക്ക് ടു ഒ. അതായത് ഒ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എയിലേക്ക് എത്തുന്നുണ്ട്, അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, ബിയിൽ എത്തിയതിന് ശേഷം തിരിച്ച് ഒയിൽ തന്നെ എത്തുന്നു എന്നുള്ളത്.
അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ളത്. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്ത് വീണ്ടും അതേ പോയിന്റിൽ തന്നെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. Then an oscillation is completed when the body return to its initial position in the same direction from where it started. എവിടുന്നാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത് ആ അതേ ഇനീഷ്യൽ പൊസിഷനിലേക്ക് ആ ഒരു ബോഡി എത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇഫ് കൗണ്ടിങ് സ്റ്റാർട്ട് ഫ്രം എ, ദെൻ സെക്കൻഡ് ഫിഗറിൽ നമ്മൾ എയിൽ നിന്നാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ, എ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ വെൻ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം എ റീച്ചസ് ബി ആൻഡ് റിട്ടേൺ ടു എ. അതായത് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒ എന്ന പോയിൻ്റ് വഴി ബിയിലെത്തി ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. What could be the reason that the number of oscillation counted by the child waiting for his turn to sing and the child on the swing were difference? അതായത് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലായില്ലേ, അതായത് ഒരാൾ 10 ടേൺ ഉണ്ടെന്ന് പറഞ്ഞു, ഒരാൾ 5 വേണമെന്ന് പറഞ്ഞു. അതായത് 5 പ്രാവശ്യം അല്ലെങ്കിൽ 5 ടൈംസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, അതായത് ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് അതേ പോയിന്റിലേക്ക് തന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് എന്ത് പറയുന്നത്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞതാണ് കറക്റ്റായിട്ടുള്ളത്. ഗീവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷന് മറ്റ് എക്സാമ്പിളുകൾ അല്ലേ, എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിളാണ് മോഷൻ ഓഫ് ദ പെൻഡുലം ക്ലോക്ക്. പെൻഡുലം ക്ലോക്കിൻ്റെ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷനാണ് അല്ലേ, രണ്ട് വശത്തേക്കുമാണ് അത് മൂവ് ചെയ്യുന്നത്. അതേപോലെ മോഷൻ ഓഫ് എ വൈപ്പർ പറയാം നമുക്ക്, വൈപ്പറും രണ്ട് സൈഡിലേക്കുമാണ് മൂവ് ചെയ്യുക. ഹാവ് യു എവർ നോട്ടീസ്ഡ് ഹൗ മെനി ഓസിലേഷൻ ദ പെൻഡുലം ഇൻ എ ക്ലോക്ക് കംപ്ലീറ്റ് ഫോർ എ ടൈം ചേഞ്ച് ഓഫ് 1 minute? അതായത് 1 മിനിറ്റ് കൊണ്ട് ഒരു ക്ലോക്കിലെ പെൻഡുലം എത്ര പ്രാവശ്യമാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഓസിലേഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇഫ് എ പെൻഡുലം ടേക്ക് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? അതായത് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 1 മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഓസിലേഷന് വേണ്ടി എടുക്കുന്ന ടൈം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ടൈം ഫോർ 30 ഓസിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ് ടൈം ഫോർ 1 ഓസിലേഷൻ. 30 ഓസിലേഷൻ 60 സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഓസിലേഷന് 1 ഓസിലേഷന് 60 സെക്കൻഡ് ബൈ 30 ദാറ്റ്സ് ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡ് ആയിരിക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻഡുലം ക്ലോക്കിൽ ആവശ്യമുണ്ടായിട്ടുള്ളത്, പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. അതായത് ഒരു ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയത്തിന് പീരീഡ് എന്നാണ് പറയുക. ഇറ്റ് സിമ്പിൾ ഈസ് ടി. അതായത് ടി എന്നൊരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എസ് ഐ യൂണിറ്റ് ഓഫ് പീരീഡ് ഈസ് സെക്കൻഡ്. അതായത് ഒരു ഓസിലേഷന് വേണ്ട സമയമായതുകൊണ്ട് അതിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡാണ്. ദെൻ ഇവിടെ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 second. ഇതേ പെൻഡുലം 1 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഓസിലേഷൻ്റെ എണ്ണം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്കറിയാം നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 minute അല്ലെ 60 സെക്കൻഡിൽ 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 second എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 60. സോ 1/2 അല്ലെങ്കിൽ 0.5 ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദി നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second ഈസ് കോൾഡ് ഫ്രീക്വൻസി. അതായത് 1 സെക്കൻഡിലുള്ള ഓസിലേഷൻ്റെ എണ്ണത്തിന് നമ്മൾ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുക. ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെഡ്സ്. അതായത് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ്. അതായത് പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ മാറിപ്പോവരുത്. പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ, ഒരു ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയമാണ് പീരീഡ് എങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 second, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ എണ്ണത്തിനാണ് എന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനിവിടെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ പെൻഡുലം ബൈ സ്വിങ്ങിങ് ഇറ്റ് അറ്റ് ലോ ആംപ്ലിറ്റ്യൂഡ്. അതായത് ഈ പെൻഡുലത്തിൻ്റെ നോബ് സ്വിങ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ സ്വിങ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ടൈ എ ബോബ് ടു എ സ്ട്രിങ് ആൻഡ് ഹാങ് ഇറ്റ് ഓൺ സ്റ്റാൻഡ്. ദി സിസ്റ്റം ഈസ് കോൾഡ് എ സിമ്പിൾ പെൻഡുലം. ഈ ഒരു സിസ്റ്റത്തിനാണ്, ഈ ഒരു പിക്ചറിലുള്ള പോലുള്ള സിസ്റ്റത്തിനാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് നമുക്കൊരു മീറ്റർ സ്കെയിൽ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമുക്ക് ടൈം മെഷർ ചെയ്യാം. അപ്പോൾ ടേബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ലെങ്ത് ഓഫ് ദ പെൻഡുലം, അതായത് ഈ പെൻഡുലത്തിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ, 10 ഓസിലേഷന് വേണ്ടിയിട്ടുള്ള സമയം. അതേപോലെ പീരീഡ്, നമുക്ക് ടോട്ടൽ ടൈമും നമ്പർ ഓഫ് ഓസിലേഷനും അറിയാമെങ്കിൽ പീരീഡ് കാണാം.
അതുപോലെ ഫ്രീക്വൻസി കാണാൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം വെച്ചാൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടെത്താം. അപ്പോൾ നോക്കാം. ഇവിടെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 25, 60 ആൻഡ് 100. ദ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ. ലെങ്ത്ത് 25 ആകുന്ന സമയത്ത് നമുക്ക് ഒരു 10 എടുക്കാം. അങ്ങനെയാണെങ്കിൽ പീരീഡ് ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 1. ദെൻ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് 10 ആണ്, ഡിവൈഡഡ് ബൈ ടൈം, അതിൻ്റെ ആൻസറും 1 തന്നെയായിരിക്കും. ദെൻ ലെങ്ത് ഓഫ് ദ പെൻഡുലം 60, ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 15. ദെൻ പീരീഡ് 15 ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 1.5. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ബൈ 15 ആയിരിക്കും, 0.67. ദെൻ ലെങ്ത് ഓഫ് ദ പെൻഡുലം 100 വരുന്ന സമയത്ത് ടൈം 20 ആയിരിക്കും. ദെൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 20 ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 2. ദെൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 ബൈ 20 അതായത് 0.5 ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്. പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസിയിൽ എന്ത് മാറ്റമാണ് വരുന്നത്. അതായത് ഫ്രീക്വൻസി ആ ടേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ദെൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഈ പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം ദ ടൈം റിക്വയർഡ് ഫോർ 1 ഓസിലേഷൻ ആണ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പീരീഡ്. നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് ആണ് എന്ത്? ഈക്വൽ ടു എഫ് ഓർ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 1 ബൈ പീരീഡ് ആണ്. ആസ് ദ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. അതായത് പീരീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി കുറയാണ് ചെയ്യുന്നത്. ആർ എൻ ട്യൂണിംഗ് ഫോർക്ക് യൂസ്ഡ് ഫോർ ദി എക്സ്പെരിമെൻറ്റ്സ് കണക്റ്റഡ് വിത്ത് സൗണ്ട്. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ട്. ആ ഡെസ്കിലൊക്കെ കൊട്ടുന്ന സമയത്ത് നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഹവ് യു നോട്ടീസ് ദ മാർക്കിംഗ് ഓൺ ദം. അതിൽ കുറേ നമ്പേഴ്സ് അതിൻ്റെ ഫ്രീക്വൻസി മാർക്ക് ചെയ്തതായിട്ടും കാണാം. ഒബ്സർവ് വേരിയസ് ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് നോട്ട് ഡൗൺ ദ മാർക്കിംഗ് ഓൺ ഈച്ച് ഓഫ് ദം വിത്ത് ദെയർ യൂണിറ്റ്. അതായത് ഓരോ ട്യൂണിംഗ് ഫോർക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി ഏതാനാണ് പറഞ്ഞത്. നമുക്കറിയാം 256 ഹെഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 512 ഹെഡ്സിൻ്റെ ഒക്കെ ഫ്രീക്വൻസിയുള്ള ട്യൂണിംഗ് ഫോർക്ക് നമുക്ക് ലാബിലൊക്കെ കാണാൻ പറ്റും. ദെൻ ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ മാർക്കിംഗ് ഓൺ ദ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ഇറ്റ്സ് നമ്പർ ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസിയും അതേപോലെ ഈ നമ്പർ ഓഫ് വൈബ്രേഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. ദ മാർക്കിംഗ് ഓൺ എ ട്യൂണിംഗ് ഫോർക്ക് ഇൻഡിക്കേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. അതായത് ഒരു ട്യൂണിംഗ് ഫോർക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരിക്കും. എക്സൈറ്റ് ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഇൻ എ സിമിലർ മാനർ ആൻഡ് ലിസൺ ടു ദ സൗണ്ട്. അതായത് ഓരോ ട്യൂണിംഗ് ഫോർക്കും എക്സൈറ്റ് ചെയ്യുക. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൗണ്ടിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. ഡു യു ഫീൽ എനി ഡിഫറൻസ്? നോട്ട് ദ ഫ്രീക്വൻസി മാർക്ക്ഡ് ഓൺ ഈച്ച് ഓഫ് ദം. ഇസ് ഇൻ ദ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ സൗണ്ട് ഹിയർ. അതായത് ഈ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം കൊണ്ടാണല്ലോ സൗണ്ടിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദെൻ വെൻ ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ് ഫ്രീലി ഇറ്റ് വൈബ്രേറ്റ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. ദിസ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്വതന്ത്രമായിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഫ്രീക്വൻസിയിലായിട്ട് വൈബ്രേറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് പറയുക. ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്, ഫാക്ട് ഈസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിന് ഓൾറെഡി ഉള്ള ഫ്രീക്വൻസിക്കാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുക. ആ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, എലാസ്റ്റിസിറ്റി, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഈ 4 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് വിൽ അഫക്റ്റ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.